CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഷർഷാദ് ഇക്കാര്യം അറിയിച്ചത്. കുടുംബം തകർത്തവനൊപ്പമാണ് പാർട്ടിയെന്നും ഷർഷാദ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷാണ് ചേരുന്നത്. ബിനീഷ്, ഗുരുതരമായ ആക്ഷേപമാണ് ഷർഷാദ് ഉന്നയിക്കുന്നത്. നേരത്തെ തന്നെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ ആളാണ്. ഇപ്പോൾ പറയുന്നത് കുടുംബം ചതിച്ചവനൊപ്പം പാർട്ടി നിൽക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ? CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന് വലിയ തലവേദനയാകുന്ന വിവാദത്തിലേക്ക് ഈ കത്ത് ചോർച്ച മാറുന്നു. CPM-നെ അകമഴിഞ്ഞ് സഹായിക്കുന്ന രണ്ട് വ്യവസായികൾ തമ്മിലുള്ള കുടിപ്പകയിൽ CPM സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാടാണ് ഇപ്പോൾ ഷർഷാദിനെ ചൊടിപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസിന് നിയമപരമായി മറുപടി നൽകുമെന്നാണ് ചെന്നൈ വ്യവസായി കൂടിയായ മുഹമ്മദ് ഷർഷാദ് ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നത്. ഒപ്പം തന്നെ മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്താണ് MV ഗോവിന്ദന്റെ മകൻ ഷാംജിത്ത് ചോർത്തി UK വ്യവസായിയായ രാജേഷ് കൃഷ്ണയ്ക്ക് നൽകി എന്നതാണ് ഉയരുന്ന ആരോപണം. രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മുഹമ്മദ് ഷർഷാദിനെതിരെ നൽകിയ 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഈ കേസിലും ഇത് പ്രധാന തെളിവായി മാറും എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഒപ്പം തന്നെ ഇതിനു പുറമെ പാർട്ടിയെ പിടിച്ചു കുലുക്കുന്ന പല ബന്ധങ്ങളും ഈ പരാതിയിലുണ്ട്. പ്രത്യേകിച്ച് ഈ കള്ളപ്പണ ഇടപാടുകൾ അടക്കമുള്ള ഒരു ആക്ഷേപം ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഈ വ്യവസായികളുടെ ഇടപാടിലൂടെ CPM നടത്തി എന്നെ സംബന്ധിച്ചുള്ള ആക്ഷേപം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അല്പസമയം മുമ്പ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം മന്ത്രി MV രാജേഷ്, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, KN ബാലഗോപാൽ, തോമസ് ഐസക് തുടങ്ങിയ പല നേതാക്കന്മാരായിട്ടും ഇരു വ്യവസായികൾക്കും ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പണം എത്തിച്ചുകൊണ്ടിരുന്നത്, വിദേശത്ത് നിന്ന് പണം എത്തിച്ചുകൊണ്ടിരുന്നത് രാജേഷ് കൃഷ്ണയാണെന്ന ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതുകൊണ്ട് തന്നെ പാർട്ടിക്ക് പണം എത്തിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ രാജേഷ് കൃഷ്ണ മുൻപന്തിയിൽ നിൽക്കുന്നതുകൊണ്ട് രാജേഷ് കൃഷ്ണയ്ക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് പാർട്ടി CPM നേതൃത്വം സ്വീകരിക്കുന്നത്. അതേസമയം തന്നെ മുഹമ്മദ് ഷർഷാദിനെ നോട്ടീസ് അയച്ചുകൊണ്ട് നിലവിൽ പ്രതിരോധം തീർക്കാൻ പാർട്ടിയുടെ പ്രാഥമിക അജണ്ട ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും അറിയാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂരിലെ പ്രധാന CPM നേതാക്കളായ P ജയരാജനും EP ജയരാജനും ഷർഷാദിനെ തള്ളാതെ ഒരു സഹായിക്കുന്ന നിലപാടെടുക്കുന്നു. അത് പാർട്ടിക്കുള്ളിൽ രണ്ട് ചേരിതിരിവിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതും സംബന്ധിച്ച് വലിയൊരു തലവേദന പാർട്ടിക്ക് തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം പുറത്തായ കത്ത് പുതിയ അവതാരങ്ങളെ സൃഷ്ടിക്കുമ്പോൾ പാർട്ടി വീണ്ടും പ്രതിക്കൂട്ടിലാവുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ MV ഗോവിന്ദന്റെ കത്തിന് മറുപടി നൽകും. തന്റെ കുടുംബം തകർത്തവനൊപ്പം ആണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് മുഹമ്മദ് ഷർഷാദ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും പാർട്ടിക്കുള്ളിൽ രണ്ട് ചേരിതിരിവിലേക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MV രാജേഷ്, സ്പീക്കർ P രാമകൃഷ്ണൻ, മുൻ സ്പീക്കർ P രാമകൃഷ്ണൻ, തോമസ് ഐസക്, KN ബാലഗോപാൽ തുടങ്ങിയ നേതാക്കൾക്ക് ഈ രാജേഷ് കൃഷ്ണയുമായി അടുത്ത ബന്ധമുള്ളപ്പോൾ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് അനുകൂലമായ നിലപാട് പാർട്ടി ഘടകങ്ങളിൽ രൂപപ്പെടുമ്പോൾ അതേസമയം തന്നെ കണ്ണൂരിലെ പ്രധാന CPM നേതാക്കളായ P ജയരാജനും EP ജയരാജനും അടക്കമുള്ളവർ ഷർഷാദിനെ തള്ളുന്നില്ല എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ ഇരു ചേരികൾ ഈ വിഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ ഘട്ടത്തിൽ എടുത്തു പറയാനുള്ളത്, നിലവിലെ സാഹചര്യത്തിൽ ഈ CPM-ലെ കത്ത് ചോർച്ച വിവാദം പാർട്ടിക്ക് തലവേദനയാകുന്നു എന്ന കാര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് അഭിഭാഷക മുഖാന്തരം മറുപടി നൽകുമെന്ന് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരണം. കുടുംബം തകർത്തവനൊപ്പമാണ് പാർട്ടിയെന്നും ഷർഷാദ് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഷർഷാദ് വലിയൊരു തലവേദനയായി മാറുകയാണ് CPM-ന്. ബിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.